മാന്യ പ്രേക്ഷകർക്കും മയ്യിൽ ഹൈവിഷന്റെ ബലിപെരുന്നാൾ ആശംസകൾ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ഈ വേളയിൽ അടുത്തതായി മയ്യിൽ സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാരിസ് അൽ അസ്ഹരി ചൊറുക്കള നൽകുന്ന ബലിപെരുന്നാൾ സന്ദേശം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദരങ്ങൾക്ക് ഇസ്ലാമിൻ്റെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. നല്ലവരായ ശ്രോതാക്കളെ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വിളിയാളങ്ങൾ ഉണർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ സ്മരണകൾ ഉണർത്തി വീണ്ടും ഒരു ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമായി. ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ എല്ലാവരും ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും സന്താനങ്ങളാണ് എന്ന വലിയൊരു പാഠം ഈ പരിശുദ്ധമായ മാസത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന ലക്ഷോപലക്ഷം വിശ്വാസികൾ പരിശുദ്ധ അറഫയിലും പരിശുദ്ധ മക്കയിലും ഒരുമിച്ച് കൂടി നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. മാനവികതയ്ക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായ കഴിവുകൾക്കോ ഇവിടെ പ്രാധാന്യമില്ല. എല്ലാവരും ഒരുമ്മയുടെ, ഒരു മാതാവിൻ്റെ, ഒരു പിതാവിൻ്റെ സന്താനങ്ങളാണ്. ഓരോ ബലിപെരുന്നാൾ നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് നൽകുന്ന വലിയ പാഠം ജാതി മത ഭേദമന്യേ എല്ലാവരും മനുഷ്യരാണെന്നുള്ള വലിയൊരു ബോധത്തോടു കൂടി കഴിഞ്ഞുകൂടണമെന്നാണ്. വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ, റബ്ബിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കാനുള്ള വിശാല മനസ്സ് ഉണ്ടാവുക എന്നുള്ളത് ഇബ്രാഹിമി കുടുംബം നൽകുന്ന വലിയൊരു പാഠമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്കിരയായ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന കുടുംബമാണ് ഇബ്രാഹിമി കുടുംബം. പരിശുദ്ധമായ ഖുർആനിൽ ആ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞിട്ടുള്ളത് ഇന്ന ഇബ്രാഹിമ ഖാന ഉമ്മ, ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട പണികൾ പൂർത്തീകരിച്ച എടുത്ത ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഓരോ ബലിപെരുന്നാൾ വരുമ്പോൾ ഇബ്രാഹിം ഈ കുടുംബത്തെ ഓർത്തെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി തൻ്റെ മകനെ ബലി നൽകാൻ പോലും തയ്യാറായ ഒരു കുടുംബം. അതുപോലെ തന്നെ എല്ലാം പരിശുദ്ധമായ ദീനിന് വേണ്ടി സമർപ്പിച്ച കുടുംബം. അതുപോലെ തന്നെ ഈ ലോകത്ത് ഉള്ള എല്ലാവിധ വിശ്വാസികളും അവിടെ പണക്കാരനെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഇല്ലാതെ എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ സമന്മാരാണെന്ന വലിയൊരു പാഠം അറഫ മൈതാനിയിലും പരിശുദ്ധ മക്കയിലും നമുക്ക് നൽകുകയാണ്. ഈ ബലിപെരുന്നാളിലൂടെ ലോകം അറിയേണ്ടുന്ന വലിയൊരു പാഠം ജാതി മതഭേദമന്യേ മാനവികതയ്ക്ക് വില കൽപ്പിക്കുന്ന, മനുഷ്യരക്തത്തിന് വില കൽപ്പിക്കുന്ന വലിയൊരു പാഠം നാം പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ രക്തത്തിന് വിലയില്ലാതൊരു അവസ്ഥയാണ്. സ്വന്തം പെറ്റ തള്ളയെ, പെറ്റ ഉമ്മയെ പോലും നെഞ്ചത്ത് കടാര കുത്തിയിറക്കുന്ന തലമുറ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലം, മാനവികതയ്ക്ക് വിലയില്ലാതെ ഈ ഒരു കാലത്ത് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന വലിയ പാഠം മാനവികതയുടെ, മനുഷ്യരക്തത്തിൻ്റെ വിലയാണ്. എല്ലാവരും സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, ജാതി മതഭേദമന്യേ മനുഷ്യനാണെന്ന ആ വലിയൊരു ബോധത്തെ മനസ്സിലാക്കി വളരെ നല്ല സമാധാനത്തോടു കൂടി കഴിയണം. ബലിപെരുന്നാൾ അതായിരിക്കട്ടെ നമുക്ക് നൽകുന്ന സന്ദേശം. അക്കിരിം ജാറക്ക വലൗകാന കാഫിറ എന്ന പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്. തൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവൻ ഏത് മതക്കാരനാണെങ്കിലും അവനെ നീ പരിഗണിക്കണം, അവനെ ബഹുമാനിക്കണം എന്ന ആ വലിയൊരു പാഠം മരണം വരെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാവണം. എല്ലാവർക്കും, എല്ലാ വിഭാഗത്തിനും സ്നേഹവും സന്തോഷവും, പ്രയാസമനുഭവിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാൻ, രോഗിയായവർക്ക് വേണ്ട ചികിത്സ നൽകാൻ, പ്രയാസമനുഭവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കാൻ സാമ്പത്തികമായി, ശാരീരികമായി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതായിരിക്കട്ടെ ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന പാഠം. എല്ലാവർക്കും ത്യാഗനിർഭരമായ ഈ ബലിപെരുന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി പ്രശസ്ത ഗായകൻ ഖാദർ പെരുമ്പ ആലപിക്കുന്ന ഒരു ഭക്തിഗാനം.
കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. നോവുന്നു തമ്പുരാനേ, ദേഹം നീറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ, കരകേറ്റ് തമ്പുരാനേ. അയ്യൂബ് നബി കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. നോവുന്നു തമ്പുരാനേ, ദേഹം നീറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ, കരകേറ്റ് തമ്പുരാനേ. അയ്യൂബ് നബി കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. ധനികരിൽ ധനികനായി, ഭക്തരിൽ ഭക്തനായി. ധനികരിൽ ധനികനായി, ഭക്തരിൽ ഭക്തനായി. ക്ഷേമമോടെ വാണിടുന്ന മോഹനനാളിൽ കുഷ്ഠരോഗം വന്നു പെട്ടു. കഷ്ടപ്പാടിലായി നബി, വിട്ടുപോയി ബന്ധുക്കളും സേവകരും. കുഷ്ഠരോഗം വന്നു പെട്ടു. കഷ്ടപ്പാടിലായി നബി, വിട്ടുപോയി ബന്ധുക്കളും സേവകരും. അയ്യൂബ് നബി കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. അയ്യൂബ് നബി കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. പോയി, കരുണയും നിലച്ചുപോയി. കാലമകന്നു പോയി, കരുണയും നിലച്ചുപോയി. ദേഹമാകെ ചീഞ്ഞളിഞ്ഞ വേദന നാളിൽ ഉറ്റത്തിരുവാക്കുപോലും റബ്ബിനോട് ചൊല്ലിടാതെ ഒക്കെയും സഹിച്ചു നബി അവയെല്ലാം. ഒറ്റത്തിരുവാക്കുപോലും റബ്ബിനോട് ചൊല്ലിടാതെ ഒക്കെയും സഹിച്ചു നബി അവയെല്ലാം. അയ്യൂബ് നബി കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. അയ്യൂബ് നബി കരഞ്ഞു. അല്ലാഹു വിളി കേട്ടു. അഹദവൻ കരുണയാലേ വ്യാധികൾ ഭേദമായി. അഹദവൻ കരുണയാൽ
വ്യാധികൾ ഭേദമായി പ്രാർത്ഥനയാലുടയവന്റെ നിയമത്തിറങ്ങി. സത്യദൂതനായ നബി ലക്ഷപ്രഭുവായി വീണ്ടും വന്നണഞ്ഞു ബന്ധുക്കളും സേവകരും. സത്യദൂതനായ നബി ലക്ഷപ്രഭുവായി വീണ്ടും വന്നണഞ്ഞു ബന്ധുക്കളും സേവകരും. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു വിളി കേട്ടു. നോവുന്നു തമ്പുരാനേ, ദേഹം നീറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ, കരകേറ്റ് തമ്പുരാനേ. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു വിളി കേട്ടു. നോവുന്നു തമ്പുരാനേ, ദേഹം നീറുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ, കരകേറ്റ് തമ്പുരാനേ. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹു വിളി കേട്ടു. അല്ലാഹു വിളി കേട്ടു. അല്ലാഹു വിളി കേട്ടു. ലക്ഷമിലധികം ഹാജികളെത്തണ നാളിതുമല്ലേ, ലബ്ബൈക്കിന്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ. ഏറ്റവും സുന്ദരമായൊരു മാസം ദുൽഹജ്ജല്ലേ, ഏക ഇലാഹിൻ കാബാലങ്കൃതമാവുകയല്ലേ. ലക്ഷമിലധികം ഹാജികളെത്തണ നാളിതുമല്ലേ, ലബ്ബൈക്കിന്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ. പരിസരമുള്ളോരും അറബികൾ അജ്മികളെല്ലാരും, കറുത്തവർ വെളുത്തവർ പല പേരും, കാതങ്ങൾ താണ്ടി ചെന്നോരും. കാബക്ക് പരിസരമുള്ളോരും അറബികൾ അജ്മികളെല്ലാരും, കറുത്തവർ വെളുത്തവർ പല പേരും. എല്ലാ നാവും പലതുകളും അല്ലാഹ്വിൽ തിരുവിത്തുറുകളായി ഒന്നിച്ചവിടമി ചേരുന്നേ, ഓർക്കുമ്പോൾ മനം കുളിരുന്നേ. ഏറ്റവും സുന്ദരമായൊരു
ഏറ്റവും സുന്ദരമായൊരു മാസം ഹജ്ജല്ലേ, ഏകയിലാഹി കാബാലംകൃതമാവുകയല്ലേ, ലക്ഷമിലധികം ഹാജികളെത്തണ നാളിതുമല്ലേ, ലബ്ബൈക്കിന്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ. അത് ആ തിരുകർമ്മ സവിശേഷം, ക്ഷീണമതില്ല ലവലേശം, സംസത്തിലെ നീരാശ്വാസം. ഹാജികൾക്കെല്ലാം ഒരു വേഷം, അത് ആ തിരുകർമ്മ സവിശേഷം, ക്ഷീണമതില്ല ലവലേശം, സംസത്തിലെ നീരാശ്വാസം. ഹജ്ജിനെത്താത്തെല്ലാവർക്കും നല്ല വലിയ പെരുന്നാളാഘോഷം, ആകെയും അടിമുടി സന്തോഷം, ഒരു തുല്യതയില്ലാത്ത ആവേശം. ഏറ്റവും സുന്ദരമായൊരു മാസം ഹജ്ജല്ലേ, ഏകയിലാഹി കാബാലംകൃതമാവുകയല്ലേ, ലക്ഷമിലധികം ഹാജികളെത്തണ നാളിതുമല്ലേ, ലബ്ബൈക്കിന്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ. ഏറ്റവും സുന്ദരമായൊരു മാസം ഹജ്ജല്ലേ, ഏകയിലാഹി കാബാലംകൃതമാവുകയല്ലേ, ലക്ഷമിലധികം ഹാജികളെത്തണ നാളിതുമല്ലേ, ലബ്ബൈക്കിന്റെ മനോഹര മന്ത്രം പൊങ്ങുകയല്ലേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മയിൽ ഹൈവിഷന്റെ സ്നേഹമാർന്ന ബലിപെരുന്നാൾ ആശംസകൾ.